ഞങ്ങളോടുള്ള പക്ഷഭേദം കൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. നന്ദന ചെയ്യുന്നതെല്ലാം ശരി, കാർത്തിക ചെയ്യുന്നതെല്ലാം തെറ്റ്. അല്ല, കാർത്തിക തെറ്റ് ചെയ്യാതിരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം തൽക്കാലത്തേക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായാലും ഒടുവിൽ സത്യവും നന്മയും മാത്രമേ വിജയിക്കൂ. നീ നിന്റെ ഭാര്യയും അത് തിരിച്ചറിയണം. നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ. അല്ല, നമ്മുടെ കാർത്തികയുടെ ആങ്ങളയ്ക്ക് ഇപ്പോഴും തുണിക്കടയുണ്ടല്ലോ അല്ലേ? അമ്മ എപ്പോഴെന്താ അങ്ങനെ ചോദിച്ചേ? ഹേയ്, ചുമ്മാ വെറുതെ ചോദിച്ചതാ. പുതിയ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് മാഡം. അതെന്താ? ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും പർച്ചേസ് കൊട്ടേഷനും ബിൽ ബുക്കും ഉൾപ്പെടെ എല്ലാം പുതിയ മാനേജിംഗ് പാർട്ട്ണർ കാണിക്കണമെന്ന് ഓർഡർ. ഓ, എല്ലാം കാണട്ടെ. ഒരാളോട് വെരിഫൈ ചെയ്യുന്നത് നല്ലതല്ലേ? പുള്ളിക്കാരി എന്നോട് ഷൗട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നത്. സജീവ് കാർത്തികേച്ചോട് അതിനെപ്പറ്റി സൂചിപ്പിച്ചില്ലേ? കുറച്ചും കൂടി മര്യാദ കാണിച്ചാൽ നന്നായിരിക്കും ഞാൻ പറഞ്ഞു. സജീവ് അങ്ങോട്ട് സൗമ്യമായിട്ട് സംസാരിച്ചാൽ മതി. കാർത്തികേച്ചയുടെ നിലപാട് എന്താന്ന് നോക്കാം. വീണ്ടും മര്യാദ വിട്ടുള്ള പെരുമാറ്റം ആണെങ്കിൽ സജീവ് അങ്ങോട്ട് മറുപടി പറയണം. മാഡം, അതെങ്ങനെയാ? യെസ്, നിങ്ങൾ കാർത്തികേച്ചയുടെ വീട്ടു ജോലിക്കാരനല്ല, ഈ ഓഫീസിലെ മാനേജർ പോസ്റ്റിലിരിക്കുന്ന ആളാ. ആ ഡിഗ്നിറ്റി കിട്ടണം. പിന്നെ ഒരു പേപ്പറിലും സജീവ് ഒപ്പിട്ട് കൊടുക്കരുത്, ഒരു സിംഗിൾ വൗച്ചർ ആണെങ്കിൽ പോലും. അതുപോലെ ഞാൻ അറിയാതെ ഒരു രേഖയിലും കാർത്തികേച്ചി ഒപ്പിടാനും സമ്മതിക്കരുത്. അത്രയ്ക്ക് സൂക്ഷിക്കേണ്ട ആളാണോ മാഡം? ശ്രദ്ധിക്കണം. സൂക്ഷിക്കേണ്ടത് നമ്മളല്ല, അവരാ. ഹലോ. ഹലോ. കാർത്തികേ, പറയൂ. എടീ, ഇത് ഞാനാ. എതിയേട്ടനായിരുന്നു. ഞാൻ നമ്പർ നോക്കിയില്ല. അങ്ങനെ അധികാരം വിളംബരം ചെയ്തു അല്ലേ? അതിനല്ലേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. വിവരം ഓരോ ഇടത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുക. അമ്മ എന്നോട് ചോദിച്ചു. എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. നന്ദനായിരിക്കുമല്ലോ അമ്മയ്ക്ക് ന്യൂസ് കൊടുത്തത്. നന്ദന മാഡം എന്റെ ക്യാബിനിൽ വന്നിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? ആകെ ഞെട്ടിയിരിക്കുക. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ടോന്ന് എന്നോടൊരു ചോദ്യം. പവർ ഓഫ് അറ്റോർണി പോരെന്ന് എന്റെ മറു ചോദ്യം. അത് കലക്കി. അതെ, തുടക്കം ഗംഭീരായി. ഏതൊരു കാര്യത്തിന്റെയും ആരംഭം നന്നായ പകുതി നന്നായി. ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പുകളും തന്റെ ഇടത്തോടെ ആയിരിക്കണം. മറ്റേ മാനേജർ ഉണ്ടല്ലോ, നന്ദനയുടെ വിശ്വസ്തനായ അടിമ, അവനെ ഞാനൊന്ന് ഫയർ ചെയ്തിട്ടുണ്ട്. അവന്റെ കൊമ്പ് ഞാൻ ഓടിക്കും. ഗുഡ്. ദിവസം 2 നേരം അവൻ ഓരോ ഡോസ് കൊടുക്കുന്നത് നല്ലതാ. അതുപോലെ വിശ്വസ്തരായ അനുയായികൾ നമുക്കും ഉണ്ടാവണം. അതൊക്കെ ഞാൻ ശരിയാക്കി എടുക്കാം. അപ്പൊ ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോ. പതുക്കെ പതുക്കെ ഓഫീസ് വരണം. നീ കൈപ്പിടിയിൽ ഒതുക്കണം. കാർത്തിക മാഡത്തിന്റെ മുമ്പിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം വരും. വരണം. ഏതിയേട്ടൻ പോലും. അതല്ല, ഏതിയേട്ടൻ എന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞതാ. ഓക്കെ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഏതിയേട്ടാ.
മാഡം, വീടെത്തി. അല്ല, മോള് തനിച്ചേ ഉള്ളൂ. കാർത്തിക എവിടെ? വന്നില്ല. അതെന്താ? ഈ കാറിൽ അവൾക്കും കൂടി വരാൻ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ കാർത്തികയെ കൂടി വിളിക്കായിരുന്നില്ലേ? ഒരു വീട്ടിലേക്കാ രണ്ടുപേരും കൂടി വരുന്നത്. അതിന് 2 വണ്ടി ഓടണോ? ഞാൻ വിളിച്ചതാ അമ്മേ. കാർത്തികേച്ചി ഫോൺ എടുത്തില്ല. നീ എന്താ കാർത്തികെ ഇവളുടെ കൂടെ കാറി പോരാതിരുന്നത്? എപ്പോഴാ നന്ദന വരുന്നേ നോക്കിയിരിക്കാൻ പറ്റുമോ? ഇറങ്ങാൻ നേരം നന്ദനെ വിളിച്ചപ്പോ നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? വിളിച്ചോ? എന്നെ ആരും വിളിച്ചിട്ടില്ല. വഴക്കിന് ഞാനില്ല. ഫോണിൽ നോക്കിയാൽ അറിയാലോ കോള് വന്നിട്ടുണ്ടോന്ന്. ഓ, ഇനിയിപ്പോ തെളിവെടുപ്പുണ്ടോ? അത് കഴിഞ്ഞേ വീട്ടിനുള്ളിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? കാർത്തികയ്ക്ക് കൂടി മോളുടെ കൂടെ പോരായിരുന്നല്ലോ. ഞാൻ ഓഫീസിലേക്ക് പോയത് ഒറ്റയ്ക്ക, ആരുടെ സഹായത്തോടെയല്ല. എന്നാലേ ഇനി അങ്ങനെ വേണ്ട. ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് 2 പേർക്കും പോകാനും വരാനും ഒരു കാറും മതി. പക്ഷേ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഒരുമിച്ച് മതി പോകുന്നതും വരുന്നതും ഒക്കെ. വെറുതെ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കരുത്. ചെന്നാട്ടെ, ചായ എടുത്തു വെച്ചിട്ടുണ്ട്. മോളും ചെല്ലേ. മിനിറ്റോട് നോക്കിയിട്ട് മുകളിലേക്ക് പോവാൻ വിചാരിക്കായിരുന്നു ഞാൻ. അമ്മ നേരത്തെ ഉറങ്ങിയോ? തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് ഗുളിക കഴിച്ചു കിടന്നു. ഉറങ്ങിക്കാണും. എനിക്ക് ഭക്ഷണം വേണ്ട. പതിനൊന്ന് മണിവരെ എവിടെയായിരുന്നു പറഞ്ഞില്ലല്ലോ. ചോദിച്ചതുമില്ല. നാടകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ സാധാരണ പറയാറുണ്ട്. അപ്പൊ പിന്നെ നാടകവുമായിട്ട് ബന്ധപ്പെട്ട യാത്ര അല്ലാന്ന് വിചാരിക്കരുതോ? വേറെയും പ്രോഗ്രാംസ് ഉണ്ട് എനിക്ക്. ഇന്ന് കുട്ടികളോടൊത്തുള്ള പ്രോഗ്രാം ആയിരുന്നോ? അതെ, കുട്ടികളോടൊപ്പമായിരുന്നു. എനിക്ക് തോന്നി. തന്റെ ഭാവം കണ്ട കുട്ടികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും പാടില്ലാന്ന് തോന്നുമല്ലോ. ചെറിയ കുട്ടികളെ ഇഷ്ടമല്ലേ നന്ദനയ്ക്ക്? കുട്ടികളെ വെറുക്കാനും മാത്രം ബോറല്ല എന്റെ മനസ്സ്. പക്ഷേ അവർ നമുക്ക് തലവേദനയായി വരുന്നവരാവരുത്. എന്റെ ഭർത്താവ് ആളൊരു മാന്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അധികം സംസാരിക്കാറൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരോട് അന്തസ്സായി ഇടപഴകുന്ന ഒരു ജെന്റിൽമാൻ. കാപ്പട്യങ്ങളില്ലാത്ത ഒരാൾ. ആ വിശ്വാസം തിരുത്തണമെന്ന് ഇപ്പൊ സംശയം തോന്നുന്നു. എന്നെക്കുറിച്ച് ഓരോരോ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തണമെന്ന് തന്നോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മനസ്സിലുണ്ടായിരുന്ന ഇമേജിന് മാറ്റം വന്നോണ്ട് പറഞ്ഞതാ. നന്ദനെ പറ്റി എനിക്കും ചില ധാരണകൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി തന്റെ ക്യാരക്ടറിനെ കുറിച്ച്.
ആ ധാരണകളൊക്കെ തിരുത്തേണ്ടതാണെന്ന് പിന്നെ തോന്നി. പ്രത്യേകിച്ച് നമ്മുടെ കല്യാണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ തന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് അറിഞ്ഞപ്പോ. അത് ഇതുവരെ മനസ്സിൽ നിന്ന് മാച്ചു കളഞ്ഞില്ലേ? നന്ദന പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞോ? കല്യാണത്തിന് മുമ്പ് ഞാൻ ആരാ എന്താന്നൊക്കെ അന്വേഷിക്കായിരുന്നല്ലോ. അതെങ്ങനെ വേണ്ട കല്യാണം എന്നായിരുന്നല്ലോ വിചാരം. കല്യാണത്തിന് ശേഷം ഞാൻ എന്തെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ചതായി പറയാമോ? എങ്കിൽ തോൽവി സമ്മതിക്കാം. തന്റെ മുമ്പിൽ ജയിക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമേ അല്ല. കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നുള്ള സത്യ അത് രഹസ്യമാക്കി വെച്ചിട്ടുമില്ല. എന്റെ ഭാര്യയായി നന്ദന വന്നതിന് ശേഷം ഞാനും ഒരു വിശ്വാസവഞ്ചനയും കാണിച്ചിട്ടില്ല. നെഞ്ചത്ത് കൈവച്ചത് പറയാൻ പറ്റുമോ? തീർച്ചയായും. ഒരു കൊച്ചുകുട്ടിയോട് സൗമ്യമായി പെരുമാറുന്നത് വഞ്ചനയാണെന്ന് ആരും പറയില്ല, നന്ദനെ ഒഴികെ. കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഈ പറയുന്നെങ്കിൽ മനസ്സിലാക്കായിരുന്നു. അങ്ങനെ അല്ലാത്തോണ്ട് ഞാൻ വീണ്ടും ചോദിക്കാം, ഏതാണ് ആ കുട്ടി? ഒരു മറുപടി തരാൻ ഇത്ര ആലോചിക്കേണ്ട കാര്യമില്ല. മുൻപ് പറഞ്ഞ തന്നെ എന്റെ മോളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവഗണിക്കാൻ പറ്റില്ല. ഇത് നമ്മയുടെ മുന്നിൽ വെച്ച് പറയാമോ? ഭീഷണിയാണോ അതോ ബ്ലാക്ക് മെയിലിങ്ങോ? രണ്ടായാലും ഞാൻ തയ്യാറാ അമ്മയോട് വെളിപ്പെടുത്താൻ. പക്ഷേ അതിന്റെ ഭവിഷ്യത്തുകളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാ. അതിനെ ഫേസ് ചെയ്യാൻ തനിക്കും ബാധ്യത ഉണ്ടായിരിക്കും. ഒരു കാര്യം കൂടി, നമ്മുടെ കല്യാണത്തിന് മുമ്പ് എനിക്ക് ജനിച്ച മോളാണ്. സോ വിശ്വാസവഞ്ചന എന്നൊരു വാക്ക് ഈ കേസിൽ അപ്രസക്തമാണ്. തന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറഞ്ഞത്. മറ്റാരോടെങ്കിലും ഞാൻ ചതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഹെഡേ. താൻ അതിന്റെ പേരിൽ വറീഡാവേണ്ട ആവശ്യമില്ല. മാനേജർ സജീവനോട് വരാൻ പറഞ്ഞിട്ട് എവിടെ? ഇപ്പൊ വരും മാഡം. ആ ശരി. മാഡം വിളിച്ചിരുന്നോ? ഓ, ഒന്ന് വരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? എന്തെത്ര താമസം? ഒരു എമർജൻസി ഫയല് കൊറിയർ ചെയ്യണമായിരുന്നു. എന്ത് എമർജൻസി ആയാലും ഞാൻ വിളിച്ചാലുടൻ ഇവിടെ വന്നിരിക്കണം. എന്താ കേട്ടില്ലേ പറഞ്ഞത്? ശരി മാഡം. ഇതെന്താ? പർച്ചേസ് ഷീറ്റ്. അതെനിക്കും അറിയാം. ലക്ഷ്മി മിൽസിന് മാത്രമായി ഇങ്ങനൊരു ഓർഡർ കൊടുക്കാനുള്ള കാരണമാണ് ഞാൻ ചോദിച്ചത്. ഇതേ മെറ്റീരിയൽ ഇതിന്റെ പകുതി വിലയ്ക്ക് തരാൻ ജയ്ഹിന്ദ് മിൽസ് തയ്യാറാ. അവരെ പാടെ ഒഴിവാക്കി ലക്ഷ്മി മിൽസിന് മാത്രമായി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു. അതിന്റെ കാരണമാണ് എനിക്കറിയേണ്ടത്. ജയ്ഹിന്ദ് മിൽസ് തരുന്ന പല സ്റ്റഫിനെ കുറിച്ചും കംപ്ലൈൻസ് ഉണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ അവർ വളരെ പിന്നില്ല. അതേസമയം ലക്ഷ്മി മിൽസിന്റെ മെറ്റീരിയൽസ് കുറച്ചുകൂടി മെച്ചോ. അവരിടുന്ന വിലയും നമുക്ക് അക്സെപ്റ്റബിളാ. അത് താനാണോ നിശ്ചയിക്കുന്നത്? ഈ ഇടപാടിൽ എന്തോ തട്ടിപ്പുണ്ട്. ആരോ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്. അത് സജീവാണോ അതോ നന്ദനയോ?
അതോ രണ്ടുപേരും ചേർന്നാണോ കോഴ കൈപ്പറ്റിയത്? കമ്പനിയുടെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. കമ്പനി എന്ന് പറഞ്ഞ നന്ദന മാത്രമാണോ? ഓ, സജീവൻ അങ്ങനെയായിരിക്കും. കുറെ കൂടി ഡിഗ്നിഫൈഡ് ആയിട്ട് മാഡം സംസാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. താൻ എന്നെ പഠിപ്പിക്ക. ഈ കൊട്ടേഷന്റെ കാര്യം വീണ്ടും ആലോചിക്കണമെന്ന് ഞാൻ പറയുന്നു. ജയ്ഹിന്ദ് മിൽസിനും ഓർഡർ കൊടുക്കണം. സോറി മാഡം, തീരുമാനമെടുത്ത വിഷയത്തിൽ ഇനി മാറ്റം വരുത്ത ബുദ്ധിമുട്ടാണ്. ആർക്കാടോ ബുദ്ധിമുട്ട്? മാനേജർക്കോ അതോ മാനേജിംഗ് പാർട്ട്ണർക്കോ? എന്റെ മുന്നിൽ അധികം വിളയരുത് താൻ. ജോലി തെറിപ്പിക്കും ഞാൻ. ക്ലർക്കായിട്ട് വന്ന് മണിയടിച്ച് മാനേജറായവൻ എന്റെ അടുത്ത് ആള് കളിക്കുന്നോ? നോക്കണ്ട, പിരിച്ചു വിടുമെന്നോ പറഞ്ഞാൽ പിരിച്ചുവിടും കേട്ടോ. പോടോ, പോനല്ലേ പറഞ്ഞത്. Yeah.